എനിക്ക് തേനീച്ചയോ എവിടെ? ഓടിക്കോ ഓടിക്കോ. വേഗം ഇങ്ങോട്ട് കയറി വാ. ഇങ്ങോട്ട് കേറി പോരെ. അകത്തേക്ക് വാ. അകത്തേക്ക് വാ. എല്ലാവരും വേഗം പോ. കേറ്. അങ്ങോട്ട് പോ. അങ്ങോട്ട് കേറിക്ക് എല്ലാവരും. കേറ്. അമ്മേ. വാ. ചേച്ചി, are you okay? No, I'm not okay. തേനീച്ച കുത്തുകൊണ്ട് ചത്തുപോയെങ്കിൽ ഇതിനേക്കാളും ഭേദമായിരുന്നു. സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് തുറന്നു പറഞ്ഞതാ ഞാൻ. തേനീച്ചക്കൂട് പൊളിഞ്ഞ ബഹളത്തിനിടയിൽ അതാരും കേട്ടില്ല. ഇതായിരിക്കും എന്റെ വിധി. ഇനി എന്നെ ഇതിന്ന് രക്ഷിക്കാൻ ആർക്കും ആവില്ല. നന്നായി. എന്ത്? ഞാൻ പറഞ്ഞത് ആരും കേൾക്കാതിരുന്നതോ? അതെ, ഈ ആൽത്തറ ദേവിക്ക് എന്തോ ശക്തിയുണ്ട്. വിവാഹം മുടക്കാൻ എളുപ്പമുള്ള വഴി ദേവി തന്നെ നമുക്ക് കാണിച്ചു തന്നില്ലേ? വഴിയോ? എന്ത് വഴി? ദൈവമായിട്ട് തന്ന അവസരോ, അത് നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. അമർ ദേച്ചി ധൈര്യമായിട്ടിരിക്കും. ഈ കല്യാണം മുടങ്ങി. ഞാനിപ്പോ വരാം. മുത്തശ്ശി. എന്താ മോനെ? എന്നാലും എന്റെ മുത്തശ്ശി, ഇതൊരു വല്ലാത്ത സംഭവമായി പോയി. വലിയ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. ദേവി കാത്തു. പക്ഷെ ഇവിടെയുള്ളവർ പറയുന്നത് അങ്ങനെയല്ല. വലിയ ആപത്തുകളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ദേവി ഇങ്ങനെ ചില മുന്നറിയിപ്പുകളൊക്കെ തരാറുണ്ട് അത്രേ. എന്റെ ഭഗവാനെ, ആപത്തോ? എല്ലാരും പറയുന്നത് തേനീച്ച കൂടെ പൊട്ടി വീണത് അത്ര നല്ല ലക്ഷണമല്ലാന്നാ. അതെ അതെ, അത് നേരാ. അല്ലെങ്കിൽ പിന്നെ ഒരു മംഗളകാര്യം നടക്കുന്നതിനിടയില് ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. മുത്തശ്ശ, ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നു. അത് ഞാൻ മുത്തശ്ശിയോട് എന്ത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപശകുനാണത്രേ. എനിക്കും അത് തോന്നാതിരുന്നില്ല അച്ഛാ. അത് ഉറപ്പല്ലേ, ഇത് ദേവികോപം തന്നെയാ. ഈശ്വര. എന്തായാലും പുത്തരി തന്നെ കല്ല് കടിച്ച സ്ഥിതിക്ക് എടുത്തു ചാടി നമ്മളിനി ഓരോന്ന് ചെയ്യാതിരിക്കുന്നേ നല്ലത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരാ ഏട്ടാ. അച്ഛാ, എന്നാ പിന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച്